ചെറിയൊരു കട, ഉപ്പിലിട്ട പൈനാപ്പിൾ. അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ നമ്മളിനി കാണാൻ പോകുന്ന. അടിപൊളി സ്ഥലം കേട്ടോ. ഫാമിലി ആയിട്ടാണ് ആൾക്കാർ കൂടുതൽ ഇവിടെ വരുന്നത്. കപ്പിൾസ് കുറവാണ്, അറിഞ്ഞു വരുന്നുള്ളൂ എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. ഇതാണ് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, ചവിട്ടി കയറിപ്പോകാൻ പറ്റിയൊരു സെറ്റപ്പുള്ള. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നത് കേട്ടോ. എന്നാലും ഇവിടെ വരുന്നവർക്ക് കാണാനൊക്കെ ഒരുപാടുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് നരസിമുക്കിലേക്കാണ്. അട്ടപ്പാടി കഴിഞ്ഞ് വരുന്നൊരു അട്ടപ്പാടിയിലുള്ളൊരു സ്ഥലമാണ് നരസിമുക്ക്. നല്ല ഒരു അതിമനോഹരമായൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിലേക്ക് കയറി മലയുടെ ഏറ്റവും മുന്നിൽ പോയി അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മളിത് ചുരമൊക്കെ കയറി മുകളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇരുന്നൊരു നാടൻ ഭക്ഷണശാല എന്നും പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചുരം കയറി വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയൊക്കെ കണ്ടുവരുന്നു. ഉണ്ടോ, ചെറിയൊരു കട. ജീര സോഡ, ലഡു, ജിലേബി, അതുപോലെ തന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ. നമ്മൾ ഈ പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ നമ്മളിനി കാണാൻ പോകുന്ന. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു വണ്ടികൾ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ആ എൻഡിലേക്കാണ് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത സ്ഥലം നിങ്ങൾക്ക് കാണണ്ടോ? അടിപൊളി സ്ഥലം, പൊളിക്കാം നമുക്ക്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഒരു വ്യൂ പോയിൻ്റാണ്. നരസിമുക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് നമ്മൾ പോകുന്ന സ്ഥലം കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അങ്ങോട്ടേക്ക് ആ എൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. രണ്ട് പേര് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. വേണ്ട, അവിടേക്കാണ് നമ്മൾ കയറിപ്പോകാൻ. രണ്ടല്ല 3 പേരുണ്ട്. അവിടേക്കാണ് നമ്മൾ കയറിപ്പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ താഴെയാണ് അയ്യപ്പനും കോശിയും പടം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്ഥലം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും മലനിരകളാൽ സമൃദ്ധമായൊരു സ്ഥലമാണിത്. കണ്ടാൽ തന്നെ അറിയാം. ഏത് സൈഡിൽ നോക്കിയാലും, ഇപ്പോൾ നമ്മളിപ്പം ഇതിൽ കൂടെ നടന്നു പോകണം, ഏത് സൈഡിൽ നോക്കിയാലും നമുക്ക് ചുറ്റും മലയാണ്. അങ്ങോട്ട് പൊക്കോ. നമ്മളല്ല ആള്, ഞാൻ വേറെ ആളാ. റെഡ് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. എൻ്റെ കളർ റെഡാണല്ലോ, ഷർട്ടിൻ്റെ കളറ്. ഇല്ല, അങ്ങോട്ട് പൊക്കോ. അപ്പോൾ നമ്മളിത് മുകളിലേക്ക് നടന്നു പോവാം കേട്ടോ. നമുക്ക് മുകളിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താലേ, ഈ ഒരു മലനിര കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടാവും ഒരു പട്ടി സാറ്. നമ്മൾ വന്ന വഴി അതാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കവർ ചെയ്ത് വന്ന് നമുക്കിതിങ്ങനെ മുകളിലേക്ക് പോകാനാട്ടോ പരിപാടി. ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നുണ്ടേ. അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുക, ഒരു ഗൈഡായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു. ആൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കൂടെ വരും. പക്ഷെ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അത് വേറൊരാളുടെ കൂടെ പോയി. പിന്നെ അങ്ങനെ അധികം ആൾക്കാരില്ല. എല്ലാവരും നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ. ഇതായിട്ട് നമ്മൾ ഇറങ്ങി പോകുന്ന വഴി കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് കയറി നമ്മൾ അതിൻ്റിലേക്ക് എത്തണം. കണ്ടോ, ദൂരമുണ്ട്. മലയോട് കയറി മടുത്തൂട്ടാ. കുറേ ഉണ്ട് കയറാനായിട്ട്, എന്നാലും ഒരു രസമുണ്ട്. ഇതിപ്പം മലയോട് കയറുമ്പോൾ മറ്റേ എന്തിട്ട് പറയാ, ദുഃഖവെള്ളിക്ക് മറ്റേ മലയാറ്റൂർ മല കയറുന്നൊരു ഫീലാണ്. പക്ഷെ മലയാറ്റൂർ മല കയറുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഡാർക്ക് കല്ലുകളാണ്, വലിയ കല്ലുകളാണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ അത്ര വലിയ കല്ലൊന്നുമല്ല, ചെറിയ നല്ല നടപ്പാത പോലത്തെ നല്ല സെറ്റപ്പാണ്. അതുകൊണ്ട് ഇവിടെ അത്ര വലിയ ഇതൊന്നും ഇല്ല. എന്നാലും ഒരു കയറ്റം ഇറക്കും. മലയല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഭയങ്കര രസം. അതൊക്കെ ചുറ്റും മലകളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണ് ആൾക്കാർ കൂടുതൽ ഇവിടെ വരുന്നത്. കപ്പിൾസ് കുറവാണ്, അറിഞ്ഞു വരുന്നുള്ളൂ എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം.
അല്ലെങ്കിൽ ഈ ഏരിയയിൽ കപ്പിൾസ് കുറവായിരിക്കും, അതുകൊണ്ടാവാം മേ ബി. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടുതലും കപ്പിൾസിനെ കാണാറ്. അയ്യോ മടുത്തു, അവരൊന്നും ഇപ്പോൾ അധികം കാണാനില്ല. പിന്നെ ഇവരിതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ, അതെന്നെ വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, പുല്ലൊക്കെ നല്ല രീതിയിൽ ചെത്തി മിനുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടോ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുമെന്ന് പറയുന്ന മറ്റേ നമ്മുടെ പരസ്യം ഉണ്ടല്ലോ കണ്ണൻദേവൻ്റെ, അതേപോലെ അങ്ങോട്ട് കയറി വരുന്തോറും നമുക്കങ്ങോട്ട് കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും കയറാണ്ട് കേട്ടോ, 3 വഴിയുണ്ട്, 1 2 3, ഏത് വഴി കൂടെ വേണമെങ്കിലും കയറാം. ഇതാണ് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, ചവിട്ടി കയറിപ്പോകാൻ പറ്റിയ ഒരു സെറ്റപ്പുള്ള. അയ്യോ, ഇവിടെ പഴയ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് തോന്നണം, പൊളിച്ചു വെച്ചിട്ടുണ്ട് കല്ലൊക്കെ. ഇതിൻ്റെ മുകളിൽ കയറി നോക്കി നോക്കാം. കഴിഞ്ഞിട്ടില്ലടാ നമ്മുടെ സ്പോട്ട്, ഇനിയുണ്ട്, വീണ്ടും കുറച്ചും കൂടി കയറാനുണ്ട്. ഇനിയുണ്ട്, നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടി കയറാനുണ്ട്. വന്ന സ്ഥിതിക്ക് നമ്മൾ അതും കൂടി കയറിയിട്ട് പോവുള്ളൂ, അത്രേ ഉള്ളൂ. അയ്യോ, തീതാ വഴി, ഇതാ അമ്പലമുണ്ടോ ഇവിടെ? ഇല്ല, തീ കത്തിച്ചതാ, എത്താറായും തോന്നണം കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് കുറേ കാണാം കേട്ടോ. അത്ര അധികമൊന്നുമില്ല, വലിയ വനായതുകൊണ്ട് നമുക്ക് അത്ര അധികം ഫീൽ ചെയ്യത്തില്ല. എങ്കിൽ പോലും ഇത് തെറ്റാണ്. വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഗ്യാപ്പ് കാണുന്നുണ്ട്, നമുക്കിതിൽ കൂടെ ഒന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്നറിയാൻ. അയ്യോ, ഈ ചെറിയൊരു വഴി അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ വന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ ഞാൻ വന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കൂടെ വഴിയൊക്കെ ഉണ്ട്, അത് കുറച്ചും കൂടി എന്താ പറയുക കയറ്റമുള്ളതുപോലെ തോന്നിയതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ കൂടെ വന്നതാണ്, അത്രേ ഉള്ളൂ. എങ്കിൽ പോലും ഇവിടെ ഇതിൽ കൂടെ വരുന്നത് രസമുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് കണ്ട ഭയന്ത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഏറ്റവും മുകൾ ഭാഗം, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ആ എൻഡിൽ നിന്ന് നമ്മൾ കണ്ട ഒരു സ്ഥലമുണ്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. കുറേ ആൾക്കാർ നടന്ന് പോകണുണ്ടോ, തിരിച്ച് പോകണുണ്ടോ, അത് ഇവിടെ കയറിയിട്ട് പോകുന്നതാണ്. നമ്മൾ വന്നത് ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ മേളിലേക്ക് വന്ന് ഇപ്പുറത്തെ വഴി കടന്ന് അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അവിടെ അല്ല, ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ ഈ എൻഡിലേക്ക് വന്നത്. ഇത്രയും ദൂരമുണ്ട് കേട്ടോ. എന്നാലും ഇവിടെ എത്തുമ്പോൾ കുറച്ച് കാറ്റിൻ്റെ കുറവുണ്ട്, ഉച്ച സമയമായതുകൊണ്ട്. എന്നാലും നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാം. അടിയിലേക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സോളാർ പാനൽ, നമ്മൾ നേരത്തെ കണ്ടത് ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി കണ്ട് അടുത്ത് പോലെ ഫീൽ ചെയ്തു. മലയുടെ പൊക്കത്ത് നേരെ താഴെ കാണുന്ന രീതിയിൽ ഒരു അടിപൊളി സ്ഥലമാണ്. വരണം, മസ്റ്റായിട്ട് വരണം ആൾക്കാർ. ഞങ്ങളുടെ വണ്ടി എവിടെ ഇട്ടൊന്നും തപ്പട്ടെ കേട്ടോ. ഇതാ കാണുന്ന കേട്ടോ നമ്മുടെ വണ്ടി അങ്ങറ്റത്ത്. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നത് കേട്ടോ. എന്നാലും ഇവിടെ വരുന്നവർക്ക് കാണാനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇത് കണ്ടോ, ഇവിടെയാണ് മറ്റേ അയ്യപ്പനും കോശിയും സിനിമയുടെ ഫൈറ്റ് സീൻ നടന്നത്. ഇവിടെയാണെന്ന് തോന്നുന്നു. ഫൈറ്റ് സീനാണോ കോശീനെ ഇവിടുന്ന് പിടിച്ചിട്ട് പോകുന്നത്? അയ്യപ്പനെ ഇവിടുന്ന് പിടിച്ചിട്ട് പോകുന്നത് ഇവിടെ നിന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളികളെക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. മലയാളികൾ ഇവിടെ കുറവാണ്. എന്നാലും തമിഴ്നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. അവർ ഇങ്ങനത്തെയൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇവരവിടെ കുറേ മലകളുണ്ടല്ലോ. എന്നാലും ഇതൊക്കെ അവർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വലിയ കാര്യം, സന്തോഷം. അത് നമ്മുടെ കേരളീയർക്ക് നമുക്ക് വലിയൊരു ഗസ്റ്റുകളെ കിട്ടിയ പോലെയാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഇത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറി, മലയുടെ ഏറ്റവും മുകളിലേക്ക് കയറി അവിടെ നിന്ന് ഇനിയിപ്പോൾ താഴത്തേക്ക് പോവാണ്.
താഴത്തേക്കെന്ന് പറഞ്ഞാൽ വന്ന വഴിയല്ല നമ്മൾ പോകുന്നത്, അപ്പുറത്ത് വേറൊരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കണ്ട് നൈസായിട്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് എന്താണ് അവിടുത്തെ ഹൈലൈറ്റ് എന്നും കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. ഇവിടെ ഒരു വലിയൊരു പാമ്പിൻ്റെ മാളെ കാണാൻ കേട്ടോ. എൻ്റെ പൊന്നെ എന്തിട്ട് വലിപ്പം അതിന്. ചിതൽപ്പുറ്റ് നോക്കിയത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ചെറുതായിരിക്കും അകലെന്ന് കണ്ടപ്പോൾ. സംഭവം ഭയങ്കര വലിയ കുഴി. അമ്പോ ഇതെങ്ങനെ ഇവർ കുഴിച്ചെടുക്കുന്നു ഇത്ര പാമ്പുണ്ടാവോ? അങ്ങനെ നമ്മളിത് അടുത്ത എൻഡിലേക്ക് വരാം കേട്ടോ. ഇവിടെ എന്താണ് അമ്പോ ഇവിടെ നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും 2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടൊന്നും ഇല്ലയെന്ന് തോന്നണു. എന്നാലും നമ്മൾ മേളിൽ കയറി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക്, അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ കുറച്ചും കൂടി ദൂരം ഉണ്ടാവും. പിന്നെ തൊട്ടപ്പുറത്ത് കാറ്റാടി യന്ത്രങ്ങൾ കണ്ടോ? അയ്യോ വിട്ടുപോയി നിങ്ങളെ കാണിക്കാൻ. ഇത് കണ്ടോ? ഇത് കണ്ടോ? കാറ്റാടി യന്ത്രങ്ങളുണ്ട്. മണ്ടത്തരായി. ഇനി അതെടുക്കാൻ വേണ്ടി ഒന്നുകൂടി പോകണല്ലോ. ദൈവമേ പെട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 കിലോമീറ്റർ സഞ്ചരിച്ച് ഇനിയിപ്പോൾ അവിടെ എത്തണം. ഇത് കണ്ടോ? ഇവിടെ എത്തി എന്തെങ്കിലും ഒരു വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ 2 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് താഴത്തുനിന്ന് മുകളിലേക്കും പോയി. അതുപോലെ തന്നെ തിരിച്ച് നമുക്കിത് അങ്ങോട്ടേക്കും പോകണം. അപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് അവിടെ പോയിട്ട് ഇവിടെ പോയി കുറച്ച് വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ മറക്കാതെ ഈ പ്ലേസ് കാണുക. അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ? മലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വൈൻഡിങ് മെഷീൻ കറങ്ങുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയുടെ പൊക്കത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ വിൻഡ് മില്ല് കാണാം. നല്ല രസകരമായൊരു കാഴ്ചയാട്ടോ അതൊക്കെ. കറങ്ങുന്ന നോക്ക്, കുറേ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ കാണാണ്ട് ഇവിടെയൊക്കെ വരാണ്ട് എന്തിട്ട് ജീവിതമല്ലേ. അപ്പോൾ അവധിയൊക്കെ കിട്ടുമ്പോൾ വരിക. ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ആഴ്ചകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, ആഴ്ച മുഴുവൻ വർക്ക് ചെയ്യുന്നവരാണ്. സൺഡേ ആണ് ഞങ്ങൾക്ക് ലീവ് വരുന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസമാണ് ഞങ്ങൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെ അവധി കിട്ടുന്നവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾ എന്താ പറയുക, സന്തോഷിക്കുക. ജീവിതം യാത്ര ചെയ്ത് ഒരുപാട് യാത്രകൾ ചെയ്ത് സന്തോഷിക്കുക എന്നേ പറയാനുള്ളൂ. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് മച്ചന്മാരെ നമ്മൾ നരസിംഹക്ക് മൊത്തം കണ്ടിറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അങ്ങോട്ടും 2 കിലോമീറ്റർ ഇങ്ങോട്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളത്. അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കണം. അവിടെ ചെറിയൊരു കടയുണ്ട്, അപ്പോൾ അവിടുന്ന് വെള്ളം കുടിക്കണം. അപ്പോൾ ഗഡികളെ മറക്കാതെ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരണം. അട്ടപ്പാടിയിലാണ് ഈ സ്ഥലം വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരിക, വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലമാണ്. അതേപോലെ തന്നെ 4 സൈഡും അടിപൊളി വ്യൂ ആണ്. നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരിക, ആസ്വദിക്കുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നല്ല നല്ല വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ കടയിലേക്ക് തിരിച്ച് വന്ന്, അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ എന്തിൻ്റെ പേര് പറഞ്ഞതിൻ്റെ മിൽക്ക് സർബത്തല്ലേ? മിൽക്ക് സർബത്ത് കുടിക്കാൻ പോകട്ടോ. നമ്മൾ മടുത്തിറങ്ങി വന്നതാണ്. അപ്പോൾ ഒരു മിൽക്ക് സർബത്ത് കുടിക്കാമെന്ന് വെച്ച് ഒന്ന് മതിയോ? കൂട്ടുകാരനും കൂടി ഉണ്ട്, അവൻ ഞാൻ കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ തണുത്ത നല്ലൊരു മിൽക്ക് സർബത്തും കൂടി കുടിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.